ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് നോക്കുന്ന കുറേ കുട്ടികളുണ്ട്. എല്ലാവരും നോക്കുന്നു എന്ന് പറയുന്നില്ല. ഒരു വിഭാഗം കോഴ്സുകൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു £5,000 സ്കോളർഷിപ്പ് തരുന്നുണ്ട്. 5000 സെറ്റിൽമെൻറ്റിനെ കുറിച്ചുള്ള നമ്മളുടെ സോളിസിറ്റർ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. സ്കിൽഡ് ഷോർട്ടേജിലുള്ളവർക്ക് മാത്രമാണോ UK വർക്ക് പെർമിറ്റ് കിട്ടുക എന്നുള്ളൊരു ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വന്തം അവിശ്വലായതൻ പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഗായ്സ്, ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് യുകെയിലേക്ക് സ്റ്റുഡൻറ്റ് വിസ ത്രൂ വരുന്നവർക്ക് അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് നോക്കുന്ന കുറേ കുട്ടികളുണ്ട്. എല്ലാവരും നോക്കുന്നു എന്ന് പറയുന്നില്ല. ഒരു വിഭാഗം കുട്ടികളുണ്ട്. അവർ അതിലൊക്കെ പെടുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്കും ഇവിടെ പഠിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരണം. അപ്പോൾ അവരുടെ സ്വപ്നവും നമുക്ക് നമ്മളുടെ സ്വപ്നമായിട്ട് ഏറ്റെടുത്തിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു അടിപൊളി അഫോർഡബിൾ യൂണിവേഴ്സിറ്റി സീരീസിൽ ഞാൻ ഈ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറച്ച് കോഴ്സുകൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു £5,000 സ്കോളർഷിപ്പ് തരുന്നുണ്ട്. £5000 എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ. ചെറിയ പൈസയൊന്നുമല്ല മച്ചാന്മാരെ. അതൊക്കെ കിട്ടുവാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്യൂഷൻ ഫീസിൽ നിന്നൊരു വലിയൊരു എമൗണ്ട് കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോസ്, നിങ്ങളുടെ സപ്പോർട്ടിംഗ് ഒക്കെ വളരെ കുറവാണ്. നിങ്ങൾ സപ്പോർട്ടിങ് കുറച്ച് കൂടുക. നിങ്ങൾ പക്ഷഭേദമില്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക. എന്നെ ഇപ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടു വരില്ല. അപ്പോൾ എൻ്റെ ഇൻഫർമേഷനെങ്കിലും കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എനിക്ക് സബ്സ്ക്രൈബേഴ്സും ഷെയറും കൂട്ടി തരുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തുള്ള ഒരുപാട് വീഡിയോസ് ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കോ ഫ്രണ്ട്സിനോ എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമ്മളുടെ വീഡിയോയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുകയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ലാൻകാഷ്യർ. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ സെപ്റ്റംബറിലേക്കുള്ള അഫോർഡബിൾ യൂണിവേഴ്സിറ്റി സീരീസിനകത്തും നമ്മൾ ഈ സെയിം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ യൂണിവേഴ്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ മീൻസ് ഒരു സ്റ്റുഡൻസ്, നമ്മുടെ മലയാളി എസ്പെഷ്യലി കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസ് സ്പെഷ്യലി ചൂസ് ചെയ്ത് എടുത്തിട്ട് പോകുന്നൊരു യൂണിവേഴ്സിറ്റി കൂടിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് സെൻട്രൽ ലാൻകാഷ്യർ. അതേപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റിയിലെ ഒരു 2-3 കോഴ്സുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് £5,000 സ്കോളർഷിപ്പാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ ഏതൊക്കെയാണ്, ആ കോഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളിന്നിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ കോഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ സ്കോളർഷിപ്പിനെ കുറിച്ചും അതേപോലെ തന്നെ എലിജിബിലിറ്റിനെ കുറിച്ചും അത് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. പുതിയ സ്ഥലത്തേക്ക് ഞങ്ങൾ മാറി. അപ്പോൾ ആ ഏരിയയിലുള്ള ചെറിയൊരു കനാലാണ് റോച്ചിഡ്ലെ കനാൽ. ടൂറിസവും കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. ഒരു ടൂറിസം സ്പോട്ട് പോലത്തെ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്നുള്ളൂ. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് സൂചിപ്പിച്ചു. അപ്പോൾ നമുക്ക് കോഴ്സ് ഏതാണെന്ന് നോക്കാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എടുത്ത് വീട്ടിൽ പോയപ്പോഴേക്കും വീഡിയോ റെക്കോർഡായില്ല. എൻ്റെ ഗോപ്രോക്ക് എന്തോ കംപ്ലൈൻ്റ് ആയിരുന്നു. ഞാൻ ഓൾറെഡി ഇത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു ആ ഒരു നമ്മുടെ കനാലിൻ്റെ സൈഡിൽ വെച്ചിട്ട്. പക്ഷേ വീട്ടിൽ നോക്കുമ്പോഴാണ് വീണ്ടും ഇല്ല. പിന്നെ വീണ്ടും എടുത്ത് പുറത്ത് വന്ന് വീണ്ടും ആ ഒരു സെക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കോഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് MA ഇൻ്റർനാഷണൽ ബിസിനസ്. പിന്നെ രണ്ടാമത്തെ കോഴ്സ് MSc ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ്. പിന്നെ മൂന്നാമത്തെ കോഴ്സ് LLM ഇൻ്റർനാഷണൽ ബിസിനസ് ലോ വിത്ത് പ്രൊഫഷണൽ പ്ലേസ്മെൻറ്റ്. ഈ ഒരു 3 കോഴ്സുകൾക്കാണ് ഇപ്പോൾ £5,000 സ്കോളർഷിപ്പ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ എലിജിബിലിറ്റി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 ഇംഗ്ലീഷ്, നിങ്ങൾക്ക് ഗ്രാജുവേഷനിൽ ഒരു 70 എബോവ് മാർക്ക് ഉണ്ടാവണം. മാത്രമല്ല പിന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്, +2 ഇംഗ്ലീഷിന് ഒരു 75 എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടും. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞിട്ട് 2 വർഷം കഴിയുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇളവുകളും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴത്ത് കാണുന്ന നമ്മുടെ ഗൂഗിൾ ഡോക്ക് ലിങ്ക് ഒന്ന് രജിസ്റ്റർ ചെയ്തിടുക. ഞങ്ങളുടെ കൺസൾട്ടൻറ്റും കൗൺസിലേഴ്സും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ഒരു
ക്ലാരിറ്റി തരും. അതിനുശേഷം നിങ്ങൾ ഈ കോഴ്സ് എടുക്കണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു രജിസ്ട്രേഷൻ ഫീസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളതിനെക്കുറിച്ച് ബോധപ്പെടാവേണ്ട ആവശ്യമില്ല. അപ്പോൾ യൂണിവേഴ്സിറ്റി അത്യാവശ്യം നല്ല റാങ്കിങ് ഉള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. അതുമാത്രമല്ല നല്ലൊരു കോഴ്സുകളുമാണ്. ബാച്ചിലർ മാസ്റ്റേഴ്സ് കോഴ്സുകളാണ്. അതും നല്ലൊരു MBA കോഴ്സുകളാണ്. നല്ലൊരു മാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കോഴ്സുകളാണ്. ഇതെടുത്തിട്ടുള്ള ഫ്യൂച്ചർ സെറ്റിൽമെൻറ്റിനെ കുറിച്ചുള്ള നമ്മളുടെ സോളിസിറ്റർ ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. സ്കിൽഡ് ഷോർട്ടേജിലുള്ളവർക്ക് മാത്രമാണോ UK വർക്ക് പെർമിറ്റ് കിട്ടുക എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് പുള്ളിക്കാരൻ ആൻസർ ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് എല്ലാവർക്കും. കാരണം ഇവിടെ വരുന്ന സയൻസ് ബാക്ക്ഗ്രൗണ്ടുകാർ മാത്രമല്ല, എല്ലാ ബാക്ക്ഗ്രൗണ്ടുകാരും UK എത്താറുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇതെങ്ങനെയാണ് യൂസ്ഫുൾ ആക്കുക എന്നുള്ള, അവർക്കെല്ലാം യൂസ്ഫുൾ ആക്കാവുന്ന രീതിക്കുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിച്ചത്. അതിന് നല്ലൊരു വ്യക്തമായിട്ടുള്ളൊരു ആൻസറും കിട്ടി. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണാം. ഞാൻ എൻ്റെ താഴത്തെ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എലിജിബിലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. ഗ്രാജുവേഷൻ മാർക്ക്, അതേപോലെ തന്നെ +2 ഇംഗ്ലീഷ്, 2 വർഷം ഗ്യാപ്പ് വരെയുള്ളവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിന് ശേഷമുള്ളവർക്ക് എലിജിബിലിറ്റിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ ഡോക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ ഓൾറെഡി നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഈ അഫോർഡബിൾ യൂണിവേഴ്സിറ്റി സീരീസ് നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക.